നമസ്കാരം. കേരളത്തിലെ ഓൺലൈൻ മാധ്യമ രംഗത്തെ പ്രമുഖ സ്ഥാപനമാണ് മറുനാടൻ മലയാളി. അതിന്റെ എഡിറ്റർ ഷാജൻ സ്കറിയയെ ഒരു സംഘം കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു. സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഷാജൻ സ്കറിയയുടെ മുന്നിൽ മുഖങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നത് നിഷ്പക്ഷമായി കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അത്തരത്തിൽ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ മുഖം നഷ്ടപ്പെട്ടവരാരോ ആണ് ഷാജൻ സ്കറിയയ്ക്കു നേരെ നടന്ന ആക്രമണത്തിനു പിന്നിലെന്ന് പൊതുവെ ഉയരുന്ന സംശയമാണ്. അക്കാര്യം പരിശോധിക്കുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്താം. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം. ഇടുക്കി തൊടുപുഴയിൽ വച്ചാണ് ഷാജൻ സ്കറിയയെ കാർ അപകടത്തിൽപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആഡംബര ജീപ്പിൽ ഷാജൻ സ്കറിയയുടെ കാറിനെ പിന്തുടർന്നവർ മനഃപൂർവ്വം അപകടം സൃഷ്ടിക്കുകയായിരുന്നു. കാറിനെ ഇടിച്ചു മറിക്കാൻ ശ്രമിച്ചെങ്കിലും കാർ ഓടിച്ചിരുന്ന ഷാജന് കാർ നിയന്ത്രിക്കാനായി. തുടർന്ന് കാറിന്റെ ഡോർ ഗ്ലാസ് താഴ്ത്തി ജീപ്പിലെ യാത്രക്കാരോട് കാര്യം ചോദിക്കാൻ ശ്രമിക്കവെയാണ് ആറംഗ സംഘം ആക്രമണം അഴിച്ചുവിട്ടത്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എങ്കിലും ആദ്യമേ പറയാം, പ്രവൃത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. കയ്യൂക്കുകൊണ്ട് മാധ്യമങ്ങളെ നിശബ്ദരാക്കാമെന്നും തങ്ങളുടെ വരുതിക്ക് നിർത്താമെന്നും കരുതുന്നവർ ആരായാലും ഷാജൻ സ്കറിയക്കെതിരായ നടപടിയിൽ ശിക്ഷിക്കപ്പെടും. നാട്ടിലൊരു ഭരണ സംവിധാനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം. മുഖ്യധാര മാധ്യമ രംഗങ്ങളിൽ നിന്നും വിഭിന്നമായ രീതിയിലാണ് ഷാജൻ സ്കറിയ അവലംബിക്കുന്നത്. രാഷ്ട്രീയം, മതം, വ്യവസായ പ്രാമുഖ്യമെല്ലാം പരിഗണിച്ച് വാർത്തകൾ പൊക്കുകയും മുക്കുകയും ചെയ്യുന്ന മുഖ്യധാര മാധ്യമങ്ങൾ പലയിടത്തും പഞ്ചപുച്ഛമടക്കി നിൽക്കുമ്പോൾ മറുനാടൻ മലയാളിയെ പോലുള്ള ഡിജിറ്റൽ മാധ്യമ രംഗത്തുള്ളവർ നട്ടെല്ല് നിവർത്തി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ഷാജൻ സ്കറിയ നൽകിയ വാർത്തകളാണ് ആക്രമണത്തിന് ആധാരമെന്നും ഒരു യുവജന സംഘടനയുടെ പേരാണ് ഇതോടൊപ്പം ഉയർന്നു വരികയും ചെയ്യുന്നതെന്നുമാണ് പറയപ്പെടുന്നത്. അതേസമയം ഷാജൻ സ്കറിയ ആക്രമിക്കപ്പെടേണ്ടവൻ തന്നെയാണെന്ന് സമൂഹത്തിലെ ചിലരുടെ വിലയിരുത്തലുകൾ ആ പ്രസ്താവനകൾക്ക് മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ മാനമുണ്ടെന്നത് വിചിത്രമാക്കുന്നില്ല. കാരണം അത്തരക്കാർക്കെതിരെയാണ് ഷാജൻ സ്കറിയ ഏറ്റവും അധികം പ്രതികരിച്ചിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മുറവിളി കൂട്ടുന്നവർ പക്ഷേ ഷാജൻ സ്കറിയയുടെ ആശയ പോരാട്ടത്തിൽ പരാജയപ്പെടുകയാണ് സ്വയം. കാരണം അവർ ആശയത്തെ നേരിടുന്നത് കായികമായാണ് എന്നതുതന്നെ. ഇനി ഇക്കാര്യത്തിൽ യാഥാർത്ഥ്യം പുറത്തു വരാൻ സർക്കാർ തന്നെ മനസ്സുവെക്കണം. അവിടെയും ആശങ്കപ്പെടുത്തുന്നത് മറുനാടൻ മലയാളിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ സർക്കാർ തലത്തിൽ തന്നെ ശ്രമങ്ങൾ നടന്നുവെന്ന ഭൂതകാലമാണ്. ഷാജൻ സ്കറിയ നിശബ്ദമായി സർക്കാരുകളെ വിമർശിക്കാറുണ്ട്. എന്നാൽ നല്ല തീരുമാനങ്ങളെ പ്രശംസിക്കാനും മടിക്കാറില്ലായിരുന്നു. തങ്ങൾക്ക് റാൻ മൂളുന്നവരായിരിക്കണം മാധ്യമപ്രവർത്തകരെന്ന് ചിന്തിക്കുന്നത് ഒരു സർക്കാരിനും ഭൂഷണമല്ല എന്നത് അധികൃതർ മനസ്സിലാക്കണം. അക്രമ സംഭവത്തിൽ സത്യം പുറത്തു വരിക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായി മാറുകയാണിവിടെ. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടന്നാൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവർക്കൊപ്പം നിൽക്കലാകും. മറിച്ചു പ്രവർത്തിച്ചാൽ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ ഇരട്ടത്താപ്പില്ലെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്നതുമാകാം. ചാപ്പ കുത്തുക എന്നതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ട്രെൻഡ്. അനിഷ്ടമായ കാര്യം പറയുന്നവരെ എതിർപക്ഷക്കാരനാക്കി ചാപ്പ കുത്തും. സംഘി, കൊങ്ങി, കമ്മി, സുഡു തുടങ്ങി നിരവധി ചാപ്പ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് ഈ പ്രവൃത്തി ചെയ്യുന്നവരോടാണ് ഇനി പറയാനുള്ളത്. നിങ്ങളുടെ തുരുമ്പിച്ച ആയുധങ്ങൾ കൊണ്ടും ആക്രമണ നാടകങ്ങൾ കൊണ്ടൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അറുതി വരുത്താനാകില്ല. സ്വതന്ത്ര മാധ്യമ രംഗത്ത് നിരവധി ഷാജൻ സ്കറിയമാർ ഉയർന്നു വരുമെന്ന് മറക്കരുത്. തൊടുപുഴയിലെ ആക്രമണം ആസൂത്രിതമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്നതാണ്. പോലീസ് ഇനി എന്തു നടപടി സ്വീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ആക്രമണം കൊണ്ട് ചെറുതായി വീണ ഷാജൻ സ്കറിയ എഴുന്നേൽക്കുന്നത് ഇനി വലിയ ഉയരത്തിലേക്കാകും. ആ ശബ്ദം ഇതുവരെ കേൾക്കാത്തവർ പോലും ഇനി കേൾക്കാൻ കാതോർക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.